അഞ്ചരക്കണ്ടി ദന്തൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ ദുരൂഹമരണം സ്വതന്ത്ര അന്വേഷണവും പ്രതികളുടെ അറസ്റ്റും ആവശ്യപ്പെട്ടുകൊണ്ട് 20-ാം തീയതി രാവിലെ 11 മണിക്ക് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷൻ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തുകയാണ്. അഞ്ചരക്കണ്ടി ദന്തൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ ദുരൂഹമരണം സംബന്ധിച്ച് സ്വതന്ത്ര അന്വേഷണവും ഒരു പരിഷ്കൃത സമൂഹത്തിന് ഉൾക്കൊള്ളാൻ കഴിയാത്ത തരത്തിലുള്ള വർണ്ണവെറിയും വിവേചനവും ഒരു ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നടപ്പാക്കിയ പ്രതികളായ അധ്യാപകർ ഡോക്ടർ MK റാം, ഡോക്ടർ KP സംഗീത നമ്പ്യാർ എന്നിവരെ അറസ്റ്റ് ചെയ്ത് മരണപ്പെട്ട നിതിൻ രാജിന്റെ കുടുംബത്തിന് നീതി ഉറപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് KPMCയുടെ സംസ്ഥാന കമ്മിറ്റി നേതൃത്വത്തിൽ സംഘടനയുടെ നേതൃനിരയിലുള്ള 1500ഓളം പ്രവർത്തകർ പങ്കെടുക്കുന്ന പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുന്നു. പ്രതിഷേധ മാർച്ച് KPMCയുടെ ജനറൽ സെക്രട്ടറി ശ്രീ പുന്നല ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്യും. ഈ കേസെടുത്തതിന് ശേഷം ഒട്ടേറെ അന്വേഷണ മികവ് പുലർത്തുന്ന കേരളത്തിലെ പോലീസ്, ഒട്ടേറെ സാങ്കേതിക വിദ്യകളുള്ള സൈബർ ഒക്കെ ഉള്ള മികവുള്ള പോലീസ് സംവിധാനം ഈ അറസ്റ്റ് വൈകിപ്പിച്ചുകൊണ്ട് പ്രതികൾക്ക് മുൻകൂർ ജാമ്യം ലഭിക്കുന്നതിനുള്ള സാഹചര്യം ഒരുക്കുക ആണെന്ന് സംശയം നമുക്കുണ്ട്. അല്ലെങ്കിൽ സമാനമായ കേസുകളിൽ ഉടൻ അറസ്റ്റോ കീഴടങ്ങലൊക്കെ ഉണ്ടാകുന്നതാണ്. ഇത്രയും വിവാദമായ ഒരു കേസ്, അത് ശ്രീ നിതിൻ രാജിന്റെ ശബ്ദരേഖയും അതുപോലെ പല കുട്ടികളുടെ മൊഴിയൊക്കെ വന്ന സ്ഥിതിക്ക് പ്രതികളെന്ന് പ്രഥമദൃഷ്ട്യാ തന്നെ ബോധ്യപ്പെട്ടിട്ടും കേരളത്തിലെ പോലീസ് ഇവർ അറസ്റ്റ് ചെയ്യാതിരിക്കുന്നത് അവർക്ക് ജാമ്യം ലഭിക്കുന്നതിന് വേണ്ടി മുൻകൂർ ജാമ്യം ലഭിക്കുന്ന അവസരമൊരുക്കാണെന്നുള്ള കാര്യമാണ് നാം ബോധ്യപ്പെടുന്നത്. അതുകൊണ്ടാണ് അടിയന്തരമായി അറസ്റ്റ് ചെയ്യണമെന്നും ആ കുടുംബത്തിന് നീതി ലഭിക്കുന്നതിനുള്ള സാഹചര്യം ഒരുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് കേരളത്തിലെ പ്രബലമായ ഒരു ദളിത് സംഘടനയാണ് കേരള പുലിയർ മഹാസഭ. അതിന്റെ നേതൃത്വത്തിലുള്ള 1500 പ്രവർത്തകരാണ് 20-ാം തീയതി രാവിലെ 11 മണിക്ക് കണ്ണൂർ അതിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥനായ ടീമിന്റെ ക്യാപ്റ്റനായ SITയുടെ ക്യാപ്റ്റൻ കൂടി നേതൃത്വം കൊടുക്കുന്ന കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷൻ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുന്നു.